തർക്കം രൂക്ഷമായ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വന്നേക്കും. ബിഷപ്പ് മാർ ജോസ്കോ പുത്തൂർ സ്ഥാനമൊഴിയുന്നതായി സഭാ സിനഡിനെ അറിയിച്ചെന്നാണ് വിവരം. ഇന്ന് മണിക്കൂറുകളോളം വലിയ സംഘർഷത്തിനാണ് അതിരൂപത ആസ്ഥാനം വേദിയായത്. പ്രതിഷേധിച്ച 6 വിമത വൈദികർക്ക് അതിരൂപത കുർബാന വിലക്ക് ഏർപ്പെടുത്തി. ഇതിനിടെ അതിരൂപത ആസ്ഥാനത്തെ പോലീസ് നടപടിക്കെതിരെ വിമത വിഭാഗം വൈദികർ DGPക്കും പരാതി നൽകി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, അങ്ങനെ ദീർഘനാളായി ഈ ബോസ്കോ പുത്തൂരിനെതിരെയുള്ള അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഒരു വേദിയായി മാറുകയായിരുന്നു സഭയും സഭാ ആസ്ഥാനവും ഒക്കെ. അവിടേക്കൊരു സമവായം എന്ന നിലയ്ക്കാണോ ഇപ്പോൾ മാർ ജോസഫ് പാംപ്ലാനി വരുന്നത്? അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് സഭയാണ്. സഭാ സിനഡ് നടക്കുന്ന ഘട്ടത്തിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഒഴിയാൻ താൻ തയ്യാറാണെന്ന് ബോസ്കോ പുത്തൂർ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ഉയർന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഇന്നത്തെ സമരം അല്ലെങ്കിൽ പ്രതിഷേധം പോലും ബോസ്കോ പുത്തൂരിനെതിരെ കൂടി ഉള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ക്രിമിനൽ കേസിലടക്കം പ്രതിയായ ജോഷി പുതുവയെ ഇത്തരത്തിൽ ഈ കൂരിയായി നിയമിച്ചത് എന്നായിരുന്നു ഇവരുടെ ആരോപണം. എന്തായാലും നിലവിൽ അദ്ദേഹത്തെ മാറ്റി മാർ പാംപ്ലാനിയെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം മുൻപ് ഇത്തരത്തിൽ ഈ സഭയും അൽമായരും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടനില നിന്നത് പാംപ്ലാനിയാണ്. അതുകൊണ്ട് പാംപ്ലാനി വരുമ്പോൾ ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാമെന്നൊരു വിലയിരുത്തൽ സിനഡിനും സഭയ്ക്കുമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി ഇനി സഭ സ്ഥിരീകരിക്കും. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്, ചർച്ച നടക്കുകയാണ്. ADMന്റെ നേതൃത്വത്തിൽ വൈദിക സംരക്ഷണ സമിതിയും അതോടൊപ്പം ബസലിക്ക സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് ചർച്ച നടത്തുന്നത്. ഈ 21 വൈദികരെ അകത്ത് കയറ്റണം, ബിഷപ്പ് ഹൗസിനകത്ത് കയറ്റി അവർക്ക് പ്രാർത്ഥനാ യജ്ഞം തുടരാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് അൽമായരുടെയും അതോടൊപ്പം വൈദിക സംരക്ഷണ സമിതിയുടെയും എല്ലാം ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സഭ ഇപ്പോൾ ഒരു നിലപാട് കൂടി എടുത്തിരിക്കുന്നു. ഈ വൈദിക ഈ പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികർ 21 പേരുണ്ട്. അതിൽ 6 പേർക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു, കുർബാന ചെയ്യാൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് സഭ പോകുന്നു. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കില്ല ആണ് അൽമായരും വൈദിക സംരക്ഷണ സമിതിയൊക്കെ പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കൂരിയ നിയമനം അത് പുനഃപരിശോധിക്കണം, ക്രിമിനൽ കേസിലടക്കം പ്രതിയായ ജോഷി പുതുവെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല അവർ എന്ന അൽമായരും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും. ആരൊക്കെയായിട്ട് മാറ്റണം? സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്നത് വരെ സഭാ മക്കൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. എന്ത് നിയമങ്ങളും നീട്ടൂരങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ബോസ്കോ പുത്തൂരിനെ മാറ്റാൻ ഒരു തീരുമാനം നടക്കുന്നു അല്ലേ? നിങ്ങൾ പുത്തൂരിനല്ല, ഈ ജോസ്കോ പുത്തൂരിനെ മാറ്റിയാന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ ആവശ്യമുണ്ട്. ബോസ്കോ പുത്തൂരിനെയൊക്കെ വളർത്തിയത് അറിയാമോ? പന്നൊക്കെ നീറ്റ് കൊടുത്തത് അവിടെ നന്ദിയില്ല. ഈ ജനങ്ങളോട്, ഈ ആത്മാവിനോട്, ഈ അച്ഛന്മാരോട് ഒരു നന്ദിയില്ല. അതായത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് അൽമായ സമൂഹത്തിനും വൈദിക സംരക്ഷണ സമിതിക്കും എതിരെയൊക്കെ നിന്ന കുറെ ബിഷപ്പുമാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ പൂർണ്ണമായും മാറ്റണം. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഈ ബോസ്കോ പുത്തൂരിനെ മാറ്റണം, ജോഷി പുതുവെ മാറ്റണം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ആവശ്യം. കാരണം ഏറെ നാളായി ഇവർ ഈ പ്രതിഷേധം നടത്തുന്നു, പോരാട്ടം നടത്തുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു അനുകൂല നിലപാട് സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ അത്തരത്തിലുള്ള പ്രതിഷേധം കൂടിയുണ്ട്. അതായത് പോലീസ് ഇന്ന് രാവിലെ മുതൽ തന്നെ വൈദികർക്കെതിരെ കിരാത നടപടികൾ നടത്തി അവരുടെ വൈദിക തിരുവസ്ത്രമടക്കം വലിച്ചു കീറി എന്ന് ആരോപിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതി ഇതിനോടകം തന്നെ DGPക്ക് നൽകിയിട്ടുണ്ട്, കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. പരാതി പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ അവർ മാപ്പ് പറയണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ആ പ്രതിഷേധം തുടരുകയാണ്. ഇതിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ പ്രതിഷേധം ഇനിയും നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈദികരെ അകത്ത് കയറ്റുന്നതുവരെ പ്രതിഷേധം തുടരും. ശരി, ഏതായാലും അൽമായ മുന്നേറ്റവും വിശ്വാസികളും വലിയ വികാരവിക്ഷോഭത്തിലാണ്. അവർ അങ്ങനെ ആ പ്രതിഷേധവും തുടരുകയാണ്. ഉള്ളിൽ ചർച്ച നടക്കുന്നുണ്ട് ADMന്റെ സാന്നിധ്യത്തിൽ. അവിടെ സഭാ നേതൃത്വത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റുന്ന കാര്യത്തിൽ, ബോസ്കോ പുത്തൂരിനെ മാറ്റുന്ന കാര്യത്തിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.